കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ്. കണ്ണില്ലാത്ത ക്രൂരതയിലേക്ക് ആളുകളെ നയിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പത്തനംതിട്ടയിൽ വൃദ്ധസദനത്തിൽ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയത് 2.5 വയസ്സുകാരനാണ്. നെടുമങ്ങാട് അർഷാദ് എന്ന കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ തറഞ്ഞു നിന്നുപോകും. ഇന്നലെ തിരുമലയിലും ഇന്ന് കിളിമാനൂരിലും കൊച്ചി എളമക്കരയിലും കുട്ടികൾ ലൈംഗികാതിക്രമത്തിനാണ് ഇരയായത്. ഇത്തിരിയില്ലാത്ത കുട്ടികളോട് ലൈംഗികാസക്തി തോന്നുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതിൽ വിട്ടുവീഴ്ച പാടില്ല. ഓരോ കേസിലും വിശദമായ അന്വേഷണം വേണം. കണ്ണൂർ വാണിയമ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹ കല്ലറ തുറക്കാൻ തീരുമാനം. ദുരൂഹത അകറ്റണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പള്ളി അധികൃതർ എത്തിയത്. പള്ളി അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കല്ലറയിൽ കണ്ട 2ാമത്തെ മൃതദേഹം വിലങ്ങാട് സ്വദേശിയുടേത് ആണ് എന്ന അഭ്യൂഹങ്ങൾക്കിടെ കാണാതായ സിജോയുടെ ഭാര്യ സഹോദരൻ ബിനോയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇയാൾ ഇതേ പള്ളിയിലെ കൈക്കാരനാണ്. ഏതാനും ദിവസം മുൻപാണ് കല്ലറയുടെ പാളി നീക്കിയപ്പോൾ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹത്തിന് സമാനമായൊരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാരിൽ ഒരാൾ ഇത് മൊബൈലിൽ പകർത്തിയതോടെയാണ് ദുരൂഹത തുടങ്ങിയത്. വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ 38-ാം നമ്പർ കല്ലറ വീണ്ടും തുറന്ന് പരിശോധിക്കും. കല്ലറയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾക്ക് സമാനമായ വസ്തു കണ്ടെത്തിയതോടെയാണ് സംശയങ്ങൾക്ക് തുടക്കമായത്. 10 ദിവസങ്ങളോളം നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് പള്ളി കല്ലറ തുറന്നു പരിശോധിക്കാൻ തീരുമാനമായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളി അധികാരികളുമായും പഞ്ചായത്ത് അധികൃതരുമായും പോലീസ് കൂടിക്കാഴ്ച നടത്തി. കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് തീരുമാനം. നടപടികൾ പൂർത്തിയാകും വരെ സെമിത്തേരിയിൽ പോലീസ് കാവലും ഏർപ്പെടുത്തി. ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. RDOൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അത് നാളെ രാവിലെ നീക്കും. അപ്പോൾ പെർമിഷൻ കിട്ടിയ ഒരു നെക്സ്റ്റ് മൂമെൻറ്റ് തന്നെ നമ്മളെ ഈ പറയുന്ന ഓപ്പൺ ചെയ്ത് പരിശോധന തുടങ്ങും. അതുവരെ നമ്മളെ പോലീസിൻ്റെ ഗാർഡ് അവിടെ ഉണ്ടാവും. കല്ലറയിലുള്ളത് സ്വാഭാവിക രീതിയിൽ സംസ്കരിച്ച മൃതദേഹങ്ങൾ തന്നെയാണെന്നും ദുരൂഹതയില്ല എന്നുമായിരുന്നു പോലീസിന്റെ ആദ്യത്തെ വാദം. എന്നാൽ സെമിത്തേരിയിലെ ദുരൂഹത നീക്കാൻ കല്ലറ തുറന്ന് പരിശോധന നടത്തണമെന്നായിരുന്നു ഇടവകക്കാരുടെ ആദ്യം മുതലേയുള്ള ആവശ്യം. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹമാണോ, 2ൽ കൂടുതൽ മൃതദേഹങ്ങൾ കല്ലറയിൽ ഉണ്ടോ എന്നതിൽ വ്യക്തത വേണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. പള്ളിയുടെ ആവശ്യങ്ങൾ പോലീസ് അംഗീകരിച്ചുവെന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കോന്നയിൽ പറഞ്ഞു. ഇതുവരെ നമ്മളൊരു ദുരൂഹതയുണ്ട് എന്ന് ഇടവക ജനവും നമ്മളും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ ദുരൂഹതയ്ക്കും ജനങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കും വിരാമമാവുകയാണ്. കാരണം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുതന്നെയാണ്, എന്തുകൊണ്ട് ഇതുവരെ FIR ഇട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അത് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും ഇതിനോടകം പോലീസുകാർ ചെയ്തതിന് ശേഷമാണ് ഇന്ന് വന്നിട്ട് ഇന്ന് FIR ഇടാൻ വേണ്ടിയിട്ട് തീരുമാനമായതും അതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അതിനാൽ ഇടവകയും ഞങ്ങളും ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഫുൾ ക്ലാരിറ്റി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതേസമയം കല്ലറയിലുള്ളത് കാണാതായ വിലങ്ങാട് സ്വദേശി സിജോസ് കറിയയുടെ മൃതദേഹമാണോ എന്ന സംശയം ഉയർന്നതോടെ സിജോ തിരോധാന കേസിലും തുടരന്വേഷണം ആരംഭിച്ചു. കേസിൽ സിജോയുടെ ഭാര്യ സഹോദരനും പള്ളിയിലെ കൈക്കാരനും ആയ ബിനോയുടെ മൊഴി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP രേഖപ്പെടുത്തി. സംശയങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ കല്ലറ തുറക്കണം. RDOയുടെ ഉത്തരവ് ലഭിക്കുന്നത് അനുസരിച്ച് കല്ലറ തുറക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ബിഗ് TV കണ്ണൂർ. കൊച്ചി എളമക്കരയിലെ അംഗൻവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ കേസിൽ പ്രതി പിടിയിലായി. അംഗൻവാടി വർക്കറുടെ മകനായ 20-കാരനാണ് പിടിയിലായത്. അംഗൻവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം ലംഘിച്ചതിന് അംഗൻവാടി വർക്കറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. ശരീരത്തിൽ വേദനയെന്ന് 3.5 വയസ്സുകാരി പറഞ്ഞതോടെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചത്. തുടർന്ന്
തിരുവനന്തപുരം കിളിമാനൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. ട്യൂഷന് പോകുന്ന വഴി ബൈക്കിൽ കടത്തിക്കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. പ്രതി 69-കാരനായ പാങ്ങോട് സ്വദേശി അബ്ദുൾ റഷീദിനെ പോലീസ് പിടികൂടി. പ്രതിയെ പിടികൂടാൻ നിർണായകമായത് സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളായിരുന്നു. ഈ മാസം 7-ാം തീയതി വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് ട്യൂഷൻ സെന്ററിലേക്ക് നടന്നു പോകുന്ന 12 വയസ്സുകാരനെ വയോധികൻ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കരഞ്ഞു ബഹളം വെച്ചതിനെ തുടർന്ന് തന്നെ കുട്ടിയെ വഴിയിലിറക്കി പ്രതി കടന്നു കളഞ്ഞതും വാഹനം ഒളിപ്പിച്ചതുമൊക്കെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ബിഗ് TV തിരുവനന്തപുരം. ഹരിപ്പാട് നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. ഹരിപ്പാട് വൻ തിമിംഗല ഛർദിവേട്ട. പള്ളിപ്പാട് നടുവത്താണ് 15 കോടി രൂപ വിലമതിക്കുന്ന ആംബർഗ്രീസ് പിടികൂടിയത്. കായംകുളം സ്വദേശിയായ നിതീഷിന്റെ വീട്ടിൽ നിന്നാണ് തിമിംഗല ഛർദി പിടികൂടിയത്. 45 കിലോ തൂക്കം വരുന്ന തിമിംഗല ഛർദിയാണ് വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, 15 കോടി രൂപ വിലമതിക്കുന്ന ആംബർഗ്രീസ് എന്ന് പറയുമ്പോൾ അത് വലിയ കണക്ക് തന്നെയാണ്. 45 കിലോ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലൂടെയാണോ ഇത് പിടികൂടിയത്? അപർണ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിപ്പാട് നടുവത്തുള്ള ഈ ഒരു വാടക വീട്ടിൽ പോലീസ് തിരച്ചിലിനായി എത്തിയത്. ഈ സമയത്ത് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കായംകുളം സ്വദേശി നിതീഷ് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് ആംബർഗ്രീസ് കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിൽ 45 കിലോ ആംബർഗ്രീസ് ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ കേസിലെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് പറയുന്ന വില പ്രകാരമാണ് ഏകദേശം 15 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ആംബർഗ്രീസ് ആണ് പിടികൂടിയതെന്ന് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഈ ആംബർഗ്രീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തിടെ കേരളത്തിൽ നടന്ന ആംബർഗ്രീസ് വേട്ടകളിൽ ഏറ്റവും വലുതിൽ ഒന്നാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ പ്രതിക്കെതിരെ മറ്റ് കേസുകൾ ഉണ്ടോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയുമാണ്. ശ്യാം, സ്വാഭാവികമായും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധന നടത്തുകയാണെങ്കിൽ ഇയാൾക്ക് ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ മറ്റ് ഈ ആംബർഗ്രീസ് അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഇതേ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടോ? മറ്റ് ലഹരി വസ്തുക്കളൊന്നും വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ വീട്ടിൽ വില കൂടിയ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത്. പക്ഷെ ആംബർഗ്രീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലീസിനും അറിയില്ലായിരുന്നു. ലഹരി പ്രതീക്ഷിച്ചെത്തിയ സംഘത്തെയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി അതിർത്തികളിൽ പുലർച്ചെ മുതൽ തന്നെ കനത്ത പരിശോധനയാണ് നടക്കുന്നത്. അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ലഹരിമുക്ത കേരളം ലക്ഷ്യമിട്ട ജൂൺ 2 സംസ്ഥാനത്ത് തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹൈറേഞ്ചിലെ ലഹരി വിപണന ശൃംഖലകളുടെ അടിവേരിളക്കി കഴിഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 4367 പേരെയാണ് പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ലഹരി മരുന്നുകളുടെ കടത്തും വിൽപ്പനയുമായി ബന്ധപ്പെട്ട 164 കേസുകൾ ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തു. ലഹരി മാഫിയയിലെ കണ്ണികളായ 177 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങൾ വില വരുന്ന ലഹരി വസ്തുക്കളാണ് വിവിധ റെയ്ഡുകളിലൂടെ കണ്ടെടുത്തത്. 6.3 ഗ്രാം MDMA-യും 14 കിലോഗ്രാമിലധികം കഞ്ചാവും ഇതിൽപ്പെടുന്നു. ഇതിനു പുറമെ വീട്ടുപറമ്പുകളിലും തോട്ടങ്ങളിലും രഹസ്യമായി വളർത്തിയിരുന്ന നിരവധി കഞ്ചാവ് ചെടികളും വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന 100ഓളം കഞ്ചാവ് ബീഡികളും പോലീസ് പിടിച്ചെടുത്തു. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ജില്ലയിലേക്ക് കടത്തുന്നത് തടയാൻ അതിർത്തികളിൽ നിന്ന് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളും അന്തർ സംസ്ഥാന ബസ്സുകളുമടക്കം കേന്ദ്രീകരിച്ച പോലീസ് പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്താനായി തമിഴ്നാട്ടിലെ ഉത്തമപാളയം പോലുള്ള വിതരണ കേന്ദ്രങ്ങളിൽ അയൽ സംസ്ഥാന പോലീസുമായി ചേർന്നുള്ള സംയുക്ത പരിശോധനകളും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പുമായി ചേർന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. അപ്പോൾ 50 ഗ്രാം കിട്ടുകയാണെങ്കിൽ 50 ഗ്രാം ഈ കിട്ടിയ അയാളെ പ്രതിയെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിലേക്ക് കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടേക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും നമുക്ക് വരുന്നതെല്ലാം കൂടുതലും തമിഴ്നാട് ഉത്തമപാളയം, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലായി 189 ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് സംഘടിപ്പിച്ചു കഴിഞ്ഞു. ബിഗ് TV, ഇടുക്കി. യുവാക്കളെ ജീവിത പങ്കാളിയും ബിസിനസ് പാർട്ട്ണറാക്കാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവതി പെരുമ്പാവൂരിൽ പിടിയിലായി. വാഴക്കുളം സ്വദേശിയുടെ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടത്തല സ്വദേശി ഷംല ഷമീറാണ് അറസ്റ്റിലായത്. മാട്രിമോണിയൽ സൈറ്റ്, സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും യുവാക്കളെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം അവരുമായി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇതിനോടകം നിരവധി യുവാക്കൾ ഷംലയുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷത്തിന് ശേഷമാണ് ഷംല ഷമീറിന്റെ അറസ്റ്റ്. 2024 സെപ്റ്റംബറിലാണ് വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശി സമൂഹ മാധ്യമത്തിലൂടെ ഷംലയെ പരിചയപ്പെടുന്നത്. ബിസിനസ്സുകാരിയെന്ന് പരിചയപ്പെടുത്തി ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിച്ച ഷംല വിവാഹാഭ്യർത്ഥന നടത്തി. യുവാവും സമ്മതിച്ചതോടെ ബന്ധം വളർന്നു. ആദ്യം 2000-ഉം 3000-ഉം കടം വാങ്ങിയായിരുന്നു തട്ടിപ്പുകളുടെ തുടക്കം. ഭാവി വധുവിനായതുകൊണ്ട് യുവാവ് പണം നൽകി. ഇതിനിടയിൽ ബന്ധം ദൃഢമായതോടെ ഭാവി ഭദ്രമാക്കാൻ ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് ഷംല. ബിസിനസ് മെച്ചപ്പെടുത്താനെന്ന പേരിൽ ആദ്യം 2 ലക്ഷം വാങ്ങി. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴായി പണം വാങ്ങി. ആ ലക്ഷങ്ങൾ പെരുകി യുവാവിന്റെ കയ്യിൽ നിന്ന് പോയത് 250 കോടി രൂപ. 2024 സെപ്റ്റംബർ 3 മുതൽ നവംബർ 20 വരെയുള്ള കാലയളവിലാണ് ഈ പണം തട്ടൽ. ബാങ്ക് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയുമാണ് ഷംല പണം വാങ്ങിയത്. പണം വാങ്ങിയ ഷംല പതുക്കെ യുവാവിനെ ഒഴിവാക്കാൻ തുടങ്ങി. ബിസിനസ്സിൽ പങ്കാളിത്തം നൽകിയില്ലെന്ന് മാത്രമല്ല, പണം മടക്കി നൽകിയതുമില്ല. ഇതോടെയാണ് യുവാവിന് ചതി ബോധ്യപ്പെട്ടത്. പരാതി നൽകിയെങ്കിലും ഒളിവിൽ പോയ ഷംലയെക്കുറിച്ച് പിന്നീട് ഒരു വിവരവുമില്ല. കഴിഞ്ഞ ദിവസം ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഷംല ഓടക്കാലിയിലാണ് താമസിക്കുന്നത് വ്യക്തമായത്. തുടർന്ന് അറസ്റ്റ് ചെയ്തു. വിവാഹിതയായ ഷംലയ്ക്ക് 2 കുട്ടികളുമുണ്ട്. വയനാട്ടിലും കോതമംഗലത്തും ആലുവയിലുമടക്കം തട്ടിപ്പിനിരായ യുവാക്കൾ ഇനിയുമുണ്ട്. എറണാകുളത്തെ ഒരു മാളിലേക്ക് ക്യാരി ബാഗുകൾ എത്തിക്കുന്നതിന്റെ ഓർഡർ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആലുവ സ്വദേശിയിൽ നിന്ന് 11 ലക്ഷം രൂപയാണ് ഷംല തട്ടിയത്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഷംല കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുകയാണ്. ബിഗ് TV, പെരുമ്പാവൂർ. തൃശൂർ തൃപ്രയാറിൽ കോൺഗ്രസ് നേതാവിനെയും സുഹൃത്തുക്കളെയും പറ്റിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത കയ്പമംഗലം സ്വദേശി ശർമ്മയെ മാത്രമാണ് ഈ ദിവസത്തിനകം പോലീസിന് പിടികൂടാനായത്. പ്രതികൾ കവർച്ച നടത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. തൃപ്രയാർ ആമനത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കാറിലെത്തിയ സംഘത്തെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പ്രധാന പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ കയ്പമംഗലം സ്വദേശി ശർമ്മ എന്ന യുവാവിന് മാത്രമാണ് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. കവർച്ച സംഘത്തിൽ 12 പേരുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ഇയാൾ നൽകിയ മൊഴി. പ്രതിയെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. മുഖ്യപ്രതി രഞ്ജിത്ത് അടക്കമുള്ളവർ തകൃതിയായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർ കർണാടകത്തിലെ മൈസൂരുവിലോ ബംഗളൂരുവിലോ എത്തിയേക്കാമെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടുന്ന 4 അംഗ സംഘത്തെയാണ് ഡോളർ മാറ്റി നൽകാമെന്ന് അറിയിച്ച് പ്രതികൾ തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇവിടെ വെച്ചാണ് പട്ടാമ്പി സ്വദേശികളുടെ കാർ ആക്രമിച്ച് മുളകുപൊടി സ്പ്രേ ചെയ്ത് പണം കവർന്ന സംഘം മുങ്ങിയത്. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം നൽകിയ മൊഴി പ്രകാരം 16 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴും കൂടുതൽ പണം ഇവർ കൊണ്ടുവന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. പ്രതികളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞതിനാൽ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ബിഗ് TV, തൃശൂർ. കോട്ടയം പുതുപ്പള്ളിയിൽ 43 പവൻ സ്വർണം കവർന്നയാൾ പിടിയിലായി. പൂമരം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണം കവർന്നത്. മധ്യപ്രദേശ് സ്വദേശിയായ ദൽസിംഗ് മാൻഡിയോ ആണ് പിടിയിലായത്. മോഷണത്തിന് ശേഷം നാടുവിട്ട പ്രതിയെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്.
ഷഫീഖ് അളയോടത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീഖ്, എങ്ങനെയാണ് നാടുവിട്ട പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? അപർണ, കഴിഞ്ഞ ജനുവരി 20-ാം തീയതിയാണ് ഈ മോഷണം സംഭവിക്കുന്നത്. പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരാളുടെ വീട്ടിൽ കയറി മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് ഇവർ അലമാരിൽ സൂക്ഷിച്ചിരുന്ന 43 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. അതിനുശേഷം ഇവർ നാട് വിട്ട് പോവുകയായിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. 5 മധ്യപ്രദേശ് സ്വദേശികളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതും ആസൂത്രണമായൊരു മോഷണമാണ് ഇതെന്നും പോലീസ് കണ്ടെത്തുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ മധ്യപ്രദേശിലേക്ക് കടന്നു എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. അങ്ങനെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും മറ്റൊക്കെ നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ 5-ാം പ്രതി ഡൽസിംഗ് മധ്യപ്രദേശിലെ ഇൻഡോറിലുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോയി അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടി കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ മോഷ്ടിച്ച സ്വർണം 5ആയി വീതിച്ച് തന്റെ വിഹിതം ഹൈദരാബാദിൽ വിറ്റു എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മറ്റു 4 പ്രതികളെ പറ്റിയിട്ടും പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ കൂടി പിടികൂടുന്ന മുറക്കായിരിക്കും അന്വേഷണം സംബന്ധിച്ച് കൂടുതൽ ഒരു വ്യക്തത പോലീസ് വരുത്തുക. എന്തായാലും വലിയ മോഷണമാണ് സംഭവിച്ചത്. 45 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ മോഷ്ടിച്ച് രാജ്യത്തിന്റെ പലയിടങ്ങളിൽ വിറ്റത് എന്നാണ് മനസ്സിലാകുന്നത്. അത്രയും ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഒരു മോഷണമായിരുന്നു. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലാണ് പ്രതിയുള്ളത്. കൂടുതൽ അന്വേഷണം തുടരുകയാണ്. അപർണ. ഷഫീഖ് അലയോടത്താണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം CIക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യാപേക്ഷ തള്ളി. എറണാകുളം സെഷൻസ് കോടതിയുടേതാണ് നടപടി. ഒളിവിൽ തുടരുന്ന അർജുൻ ആയങ്കിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊച്ചിയിലെ സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിലെ ചികിത്സാ പിഴവിൽ പ്രതിയായ ഡോക്ടർ വരുൺ നമ്പ്യാർ അറസ്റ്റിൽ. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. വയനാട് സ്വദേശിയുടെ മൂക്കിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു എന്നാണ് പരാതി. വയനാട് സ്വദേശിനിയുടെ പരാതിയിലാണ് ഡോക്ടർ നമ്പ്യാസ് ക്ലിനിക് ഉടമയും ഡോക്ടറുമായ വരുൺ നമ്പ്യാരെ കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി നിർദ്ദേശപ്രകാരം പോലീസിൽ കീഴടങ്ങിയതിന് പിന്നാലെയാണ് നടപടി. നേരത്തെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പ്രതിയോട് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് മുൻപ് പോലീസിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഒളിവിലായിരുന്ന പ്രതി പോലീസിൽ കീഴടങ്ങിയത്. കേസിൽ ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് ശസ്ത്രക്രിയകൾ നടത്താൻ യോഗ്യതയുണ്ടെന്ന് അന്വേഷിക്കണമെന്നും പോലീസിന് നിർദ്ദേശം നൽകി. വയനാട് സ്വദേശിനിയായ യുവതി കഴിഞ്ഞ വർഷം ജൂണിലാണ് കൊച്ചിയിലെ ഡോക്ടർ നമ്പ്യാസ് ക്ലിനിക്കിൽ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ബിഗ് TV കൊച്ചി. ഗവിയിലെ അംഗൻവാടി ജീവനക്കാരിയുടെ കൊലപാതകത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലാണ് പ്രതി വിനോദ് കുമാറുമായി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ അംഗൻവാടിക്ക് സമീപത്തെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു ക്രൂര കൊലപാതകം നടത്തിയതിന്റെ യാതൊരു കൂസലും പ്രതി വിനോദ് കുമാറിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. കൊലപാതകം നടന്ന മീനാർ വനമേഖലയിൽ പ്രതിയെ എത്തിച്ചപ്പോൾ ജനരോഷം അണപൊട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്.
32കാരിയും തമിഴ്നാട് സ്വദേശിയുമായ അങ്കനവാടി ജീവനക്കാരിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അങ്കനവാടിയിലെത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടത്. വനമേഖല ആയതുകൊണ്ട് തന്നെ ആദ്യം കരുതിയിരുന്നത് വന്യജീവി ആക്രമണമാണോ എന്നാണ്. പിന്നീട് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലാണ് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്കണവാടിയിലേക്ക് പോകാൻ ദിവസവും വനത്തിലൂടെ 4 കിലോമീറ്ററോളം ദൂരം നടക്കണം. യുവതിയെ നിരീക്ഷിച്ചു വന്നിരുന്ന പ്രതി അവസരത്തിനായി കാത്തിരുന്നു. സംഭവ ദിവസം രാവിലെ വനവിഭവങ്ങൾ ശേഖരിക്കാനെന്ന പേരിൽ മീനാർ ഭാഗത്തെത്തിയ പ്രതി യുവതി അങ്കണവാടിയിലേക്ക് പോകുന്ന സമയത്ത് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു. ഇയാളോടൊപ്പം പ്രായപൂർത്തിയാകാത്ത മകളും ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സംശയം തോന്നാതിരിക്കാനാണ് സ്വന്തം മകളെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ശേഷം ഇയാൾ യുവതിയെ കടന്നുപിടിച്ചത്. യുവതി ആക്രമണം ചെറുത്തതോടെ സമീപത്തെ തോട്ടിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂര കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ യുവതി ബലാത്സംഗത്തിന് ഇരയായോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനായി രാസപരിശോധന ഫലം വരേണ്ടതുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതി വിനോദ് കുമാർ നേരത്തെ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. ബിഗ് TV പത്തനംതിട്ട. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 50കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. മകനുമായി ഡോക്ടറെ കാണാനെത്തിയ സ്ത്രീക്ക് നേരെയാണ് 35 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ അതിക്രമം നടത്തിയത്. സംഭവശേഷം ഇറങ്ങി ഓടിയ ആളെ കണ്ടെത്താനായിട്ടില്ല. ഇയാളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഡോക്ടറെ കാണാൻ നിന്ന 50കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനവും ലൈംഗിക അതിക്രമവും നടത്തുകയായിരുന്നു. 30നും 35നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആളെന്ന് വീട്ടമ്മ പറഞ്ഞു. ഇവർ പ്രതികരിച്ചതോടെ ഇയാൾ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ആളിനെ കണ്ടാൽ എനിക്കറിയാം, എപ്പോൾ കണ്ടാലും എനിക്കറിയാം. കാരണം ഒന്ന് കൊടുത്തും ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ വിറയിലും മാറിയിട്ടില്ല. ഞാൻ കൂടെ ഓടി, പിടികിട്ടിയില്ല ആളിനെ. ആ റോഡിലിറങ്ങി ഓടിപ്പോയി. ആളിനെ എപ്പോൾ കണ്ടാലും അറിയാം. ഏതുറക്കത്തിൽ എനിക്ക് ഇപ്പോഴും അറിയാം. പരാതി ഞങ്ങൾ സൂപ്രണ്ടിനെ കയറി കണ്ടായിരുന്നു, കാര്യം പറഞ്ഞു. പേപ്പറിൽ എഴുതി കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഡോക്ടറെ കാണാൻ വരിയിൽ നിന്നിരുന്ന സ്ത്രീയുടെ തൊട്ടു പിന്നിൽ നിന്ന ആളായിരുന്നു ഇയാൾ. ബോധപൂർവം സ്ത്രീയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നാണ് ഇയാൾ അതിക്രമം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഞാൻ എൻ്റെ തൊട്ട് ബാഗിലായിട്ടാണ് ഈ കുട്ടി നിന്നത്. ഇവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ കയ്യിലിരുന്ന വെള്ളവും കൂടി ഇവൻ കോരി അവരുടെ ശരീരത്ത് ഒഴിച്ചിട്ടാണ് പോയത്. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് 50കാരി പരാതി നൽകി. സ്ഥലത്തെത്തിയ പോലീസ് സംഘം CCTV അടക്കം പരിശോധിച്ചു. ബിഗ് TV പത്തനംതിട്ട. ഇടുക്കിയിൽ നിന്നുള്ളൊരു വാഹന മോഷണ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 ഇടങ്ങളിൽ നിന്നായി 2 വാഹനം മോഷ്ടിച്ച കള്ളൻ പോലീസിന്റെ പിടിയിലായി. നെടുങ്കണ്ടത്തു നിന്നും പാമ്പാടുംപാറയിൽ നിന്നുമാണ് മുണ്ടക്കയം സ്വദേശി ഉണ്ണിക്കുട്ടൻ വാഹനങ്ങൾ മോഷ്ടിച്ചത്. ഓട്ടോറിക്ഷയും ജീപ്പുമാണ് ഇയാൾ മോഷ്ടിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ 2 മോഷണം നടത്താൻ വൈദഗ്ധ്യമുള്ള ആളെ പിടികൂടാനും പോലീസിന് മണിക്കൂറുകളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മുണ്ടക്കയം കൊക്കയാർ അമലാഭവനിൽ 25കാരൻ ഉണ്ണിക്കുട്ടൻ. ആളത്ര നല്ലവനായ ഉണ്ണിയല്ല. ലഹരി മരുന്ന് കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഉണ്ണിക്കുട്ടൻ്റെ പേരിലുള്ള പുതിയ കേസ് വാഹനമോഷണമാണ്. ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മോഷ്ടിച്ചെടുത്തത് 2 വാഹനങ്ങൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ ഉണ്ണിക്കുട്ടൻ പണി തുടങ്ങി. മാളിയേക്കൽ ജോബിൻ ജെയിംസിന്റെ ഓട്ടോറിക്ഷയാണ് ആദ്യം കടത്തിയത്. താക്കോലില്ലാത്തതിനാൽ വാഹനത്തിന്റെ വയറുകൾ വിച്ഛേദിച്ച് നേരിട്ട് കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ടാക്കി. കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് പാമ്പാടുംപാറ ടൗണിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കണ്ടത്. പാമ്പാടുംപാറ വിളയിൽ VS രാജന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പായിരുന്നു അത്. ഓട്ടോറിക്ഷയിൽ അപ്ലൈ ചെയ്ത അതേ മെത്തേഡിൽ ജീപ്പും സ്റ്റാർട്ട് ചെയ്തു. മോഷ്ടിച്ചെടുത്ത ജീപ്പുമായി നേരെ കട്ടപ്പനയ്ക്ക് വെച്ചുപിടിച്ചു. കട്ടപ്പനയിലെ പെട്രോൾ പമ്പിലെത്തി ഫുൾ ടാങ്ക് എണ്ണയടിച്ച് കാശ് കൊടുക്കാതൊരു പോക്ക്. പമ്പ് ജീവനക്കാർ കട്ടപ്പന പോലീസിൽ വിവരമറിയിച്ചതോടെ വിവരം വിവിധ സ്റ്റേഷനുകളിലേക്ക്. പെരുവന്താനം ഹൈവേ പോലീസിന്റെ പരിശോധനയിൽ ഉണ്ണിക്കുട്ടൻ പിടിയിൽ. ഡീസൽ അടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ പോയപ്പോഴാണ് അറിയുന്നത്. ഉടനെ കട്ടപ്പന സ്റ്റേഷനിൽ നിന്നും നമ്മളെ അറിയിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് ഇവിടെ ഹൈവേ പോലീസ് പീരുമേട് ഹൈവേ പോലീസിനോട് അറിയിച്ച് നമ്മളും പുറകെ പോയി ചേസ് ചെയ്ത് അപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞു പോയത് വണ്ടി. അങ്ങനെ കുട്ടിക്കാനം താഴെ മുറിഞ്ഞ വഴി താഴെ വെച്ചിട്ട് ചേസ് കൊണ്ട് പിടിക്കുകയായിരുന്നു. ജീപ്പ് കണ്ടപ്പോൾ ആദ്യം മോഷ്ടിച്ച ഓട്ടോറിക്ഷ നിർത്താനൊന്നും ഉണ്ണിക്കുട്ടൻ മെനക്കെട്ടില്ല. ഇതും പ്രതിയിലേക്ക് വേഗത്തിലെത്തുവാൻ പോലീസിന് സഹായമായി.
വണ്ടി വീടിൻ്റെ മുന്നിൽ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇടുന്നത്. വണ്ടി നോക്കിയപ്പോൾ വണ്ടി അവിടെ ഇല്ല. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇന്നപോലെ പാമ്പാടുംപാറയിൽ ഇതുപോലെ ഒരു മോഷ്ടാവ് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവിടുന്ന് വേറൊരു ജീപ്പ് എടുത്തുകൊണ്ട് ഇയാൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയുന്നത്. ഞാൻ അവിടെ ചെന്ന് പാമ്പാടുംപാറ ചെന്ന് ഞാൻ തന്നെയാണ് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. നമ്മൾ പാമ്പാടുംപാറ ഒരു കടയുണ്ട്, കടയുടെ ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പം രാവിലെ ഒരു 3:30 അച്ഛൻ്റെ പേരിലാണ് വണ്ടി. അപ്പം 3:30 ഒരു കട്ടപ്പന സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് കട്ടപ്പന പമ്പിൽ നിന്ന് 4000 രൂപയോളം പെട്രോൾ അടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളപ്പം വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ അവിടെ വണ്ടിയില്ലായിരുന്നു, പകരം വേറെ ഓട്ടോ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ വാഹനം പൊളിച്ചു വിറ്റതടക്കമുള്ള കേസുകൾ ഉണ്ണിക്കുട്ടന്റെ പേരിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിഗ് ടിവി ഇടുക്കി. മലപ്പുറം കൊണ്ടോട്ടിയിൽ കടയുടെ സമീപം നിർത്തിയിട്ട സ്കൂട്ടർ പട്ടാപ്പകൽ മോഷണം പോയി. കൊണ്ടോട്ടി മേലങ്ങാടിയിൽ റോഡിൽ നിർത്തിയിട്ട സ്കൂട്ടറുമായാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. കൊണ്ടോട്ടി സ്വദേശി കുഞ്ഞു മുഹമ്മദിന്റെ വാഹനമാണ് നഷ്ടമായത്. മേലങ്ങാടിയിലെ കടയുടെ മുൻപിൽ നിർത്തിയിട്ടതായിരുന്നു വാഹനം. ഈ സമയത്ത് കുഞ്ഞു മുഹമ്മദ് കടയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണം ശ്രദ്ധയിൽപ്പെട്ടില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മോഷ്ടാവ് നടന്നു വരുന്നതും സ്കൂട്ടറുമായി പോകുന്നതുമെല്ലാം CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.